ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്രാഞ്ച് ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളെല്ലാം ഒരേ ഓണറുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ബ്രാഞ്ചിൽ കുറേ ഐറ്റംസ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതർ ബ്രാഞ്ചസിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യും. അല്ലെങ്കിൽ അതർ ബ്രാഞ്ചസിൽ കുറേ ഐറ്റംസ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ഐറ്റംസ് സെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോറിൽ നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചുകളുടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമ്മളത് ചെയ്യേണ്ടത് ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു അക്കൗണ്ടിങ് ടേംസും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ റിസീവ് ചെയ്യുകയോ സെൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളെല്ലാം നമ്മുടെ കമ്പനിയുടെ നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് നമ്മളത് കീപ്പ് ചെയ്യണം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റംസ് നമ്മൾ അവിടുന്ന് റിസീവ് ചെയ്യുമ്പം ആ റിസീവ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ ആ ബ്രാഞ്ചിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ ഐറ്റംസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ഐറ്റംസിൻ്റെ വാല്യൂ നമുക്ക് ആ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് റിസീവ് ചെയ്യേണ്ടതാണ്. അതാണ് അതിൻ്റെ അക്കൗണ്ടിങ് ടേം വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ഈ ബ്രാഞ്ചുകളെയെല്ലാം നമുക്ക് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ നമുക്ക് ആഡ് ചെയ്യണം. ഏതെല്ലാം ബ്രാഞ്ചുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ബ്രാഞ്ചുകളുടെ എല്ലാം ഒരു ലെഡ്ജർ നമ്മൾ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി പോവുക, ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോവുക. നമ്മളിവിടെ അക്കൗണ്ട് ഗ്രൂപ്പിനകത്ത് റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞ ഇതിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. റിലേറ്റഡ് പാർട്ടീസ് ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വേറെ ബ്രാഞ്ചുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റിലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വേറെ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പം ശരിക്കും നമ്മൾക്ക് നമ്മുടെ ലൈബിലിറ്റിയാണത്. കാരണം നമുക്ക് ആ റിസീവ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ ആ കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അത് ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ ബ്രാഞ്ചുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ ബ്രാഞ്ചുകളുടെ പേര് നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം ബ്രാഞ്ചുകളായിട്ട് ഡീൽ ചെയ്യുന്നോ ആ ബ്രാഞ്ചുകളുടെ മാത്രം ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു 10 ബ്രാഞ്ചുകൾ മൊത്തത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 ബ്രാഞ്ചിൻ്റെയും ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 3 ബ്രാഞ്ചുകളുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 ബ്രാഞ്ചിൻ്റെ മാത്രം ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഉദാഹരണത്തിന് ഇപ്പം മെട്രോ മനില എയർപോർട്ട് റോഡ് ബ്രാഞ്ച്. ഓക്കെ, ഇത് മെട്രോ മനിലയുടെ എയർപോർട്ട് റോഡിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഐറ്റംസ് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ട്രയൽസ് ബാലൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലൈബിലിറ്റിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരത്തില്ല, ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലൈബിലിറ്റി. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പം ഞാൻ ഈ ഒരു ബ്രാഞ്ചിൻ്റെ പേരിൽ ഞാൻ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. റിലേറ്റഡ് പാർട്ടീസ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ഞാൻ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബ്രാഞ്ചിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബ്രാഞ്ചിൻ്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ആ ബ്രാഞ്ച് നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതർ മാസ്റ്റേഴ്സിനകത്ത് സ്റ്റോക്ക് ട്രാൻസ്ഫർ ബ്രാഞ്ചസിൽ പോവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ കുറേ ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മെട്രോ മനില എയർപോർട്ട് ബ്രാഞ്ച് ലൊക്കേഷൻ DXB എയർപോർട്ട്. ഈ ബ്രാഞ്ച് എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു ലൊക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ ബ്രാഞ്ചിൻ്റെ TRN നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ബ്രാഞ്ച് AR ലെഡ്ജർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബ്രാഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെഡ്ജർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ലെഡ്ജറാണ് നമ്മളിവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ലിസ്റ്റ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ആ ലെഡ്ജറിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പേര് ഇവിടെ വരും, മെട്രോ മനില എയർപോർട്ട് റോഡ് ബ്രാഞ്ച്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡീറ്റെയിൽസ് ഇവിടെ വന്നു, അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ,
അപ്പോൾ എനിക്കിപ്പം ഇത്രയും ബ്രാഞ്ചുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ബ്രാഞ്ചുകളിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് നമ്മൾ ബ്രാഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുകയാണ്. ഇപ്പം ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം വേറൊരു ബ്രാഞ്ചിൽ നിന്ന് കുറേ ഐറ്റംസ് നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇൻവെൻട്രി പോവുക, ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണോ റിസീവ് ആകുന്നത് ആ ബ്രാഞ്ചിനെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ സാധനം റിസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പം മെട്രോമല്ല എയർപോർട്ട് ബ്രാഞ്ച്. ഇനി നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്ന ഐറ്റംസ് നമ്മളുടെ എത്ര ക്വാണ്ടിറ്റി, എത്ര പ്രൈസ്. ഇപ്പോൾ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ട് എന്ന് പറഞ്ഞൊരു വൗച്ചറായിരിക്കും തരുന്നത്. ആ വൗച്ചറിനകത്ത് പ്രൈസ് ഉണ്ടാവും. നോർമൽ കേസിൽ നമ്മൾ ഇതിനകത്ത് കോസ്റ്റ് ടു കോസ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു സെല്ലിംഗ് റേറ്റ് വെച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സെയിം കോസ്റ്റ് വാല്യൂ തന്നെ എൻ്റർ ചെയ്തു. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. നമ്പർ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ആരാണ് ഈ ബ്രാഞ്ച് ട്രാൻസ്ഫർ നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നതെന്നുള്ള അവരുടെ പേര് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരു ഡ്രൈവറാണ് നമ്മൾ അവിടുന്ന് ഈ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ പേര് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഫയലിൽ വെക്കണമെങ്കിൽ ഫയലിൽ കീപ്പ് ചെയ്യാം. ഇനി നമ്മളതിനെ ഇതിലേക്ക് ബാക്കി വര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും കാണാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, റീസേവ് ചെയ്യണമെങ്കിൽ റീസേവ് ചെയ്യാം. ഓയിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിഡ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ബ്രാഞ്ച് ഔട്ട്, അതായത് നമ്മൾ ഐറ്റംസ് വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഐറ്റംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം സെയിം തന്നെ. ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇന്നിന് പകരം നമ്മൾ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ട് എടുക്കുക. ഇതേപോലെ തന്നെ ഏത് ബ്രാഞ്ചിലേക്കാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് ആ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്യുക, എത്ര ഐറ്റംസ് ആണോ കൊടുക്കുന്നത് അത് കൊടുക്കുക, അതിൻ്റെ കോസ്റ്റ് റേറ്റ്, അതിനുശേഷം ആരാണോ ഈ ബ്രാഞ്ച് ട്രാൻസ്ഫർ അടിക്കുന്നത് അയാളുടെ പേര്, ഏതെങ്കിലും വണ്ടിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവറുടെ നെയിം ഇത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഐറ്റംസ് സഹിതം നമുക്ക് ആ ഒരു ബ്രാഞ്ചിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അവരവിടെ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ടിൻ്റെ വൗച്ചറിനെ ബേസ് ചെയ്തിട്ട് അവിടെ അവർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇൻ അടിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് എൻട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ച് ഇന്നും ചെയ്തു, ഒരു ബ്രാഞ്ച് ഔട്ടും ചെയ്തു. നമ്മൾ ഫിനാൻഷ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് BST എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ടൈപ്പിലായിരിക്കും ഇത് വരുന്നത്. അതായത് ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് ഇന്നിൻ്റെ ട്രാൻസാക്ഷൻ നോക്കാം. നമ്മളിവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻട്രി അക്കൗണ്ട് ഇവിടെ ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിലേറ്റഡ് പാർട്ടി ലെഡ്ജർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാഞ്ച് ഇന്നാണ്. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഐറ്റംസ് റിസീവ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി വാല്യൂവിൽ അത് ഇൻക്രീസ് ആകണം. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി അക്കൗണ്ടിലേക്ക് ഇത് ഡെബിറ്റ് വന്നു, നമ്മുടെ വാല്യൂ ഇൻക്രീസായി, ഇൻവെൻട്രി വാല്യൂ ഇൻക്രീസായി. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിന് നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് ഇവിടെ വന്നു 891. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എൻട്രിയും പൂർത്തിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 സ്റ്റെപ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് എൻട്രിയും ക്രിയേറ്റ് ആയി. ഇനി നമ്മളിതിൻ്റെ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിരിക്കും വരുന്നത്. നമ്മൾ ഐറ്റംസ് നമ്മൾ വേറൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി വാല്യൂവിൽ അത് കുറയണം. അപ്പോൾ നമ്മളുടെ ഇൻവെൻട്രി വാല്യൂവിൽ ഇത് കുറഞ്ഞു, ക്രെഡിറ്റ് വന്നു. നേരത്തെ കേസിൽ ഡെബിറ്റ് ആയിരുന്നു, ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ക്രെഡിറ്റ് വന്നു. പിന്നെ നമുക്ക് റിലേറ്റഡ് പാർട്ടീസിൽ നമുക്ക് ഡെബിറ്റ് ആയിട്ട് വന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ശരിക്കും ലയബിലിറ്റി അക്കൗണ്ടാണ്. അപ്പോൾ ലയബിലിറ്റി അക്കൗണ്ടിലേക്ക് ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി കുറയും. അപ്പോൾ നമുക്ക് ഈ ബ്രാഞ്ചുകൾ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഡെബിറ്റും വരും ക്രെഡിറ്റും വരും. നമ്മൾ അങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊടുക്കുമ്പം ഡെബിറ്റ് എൻട്രി വരും, നമുക്ക് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ വരുമ്പോൾ ക്രെഡിറ്റ് എൻട്രി വരും.
അപ്പം ഇത് തമ്മിലുള്ള നമുക്ക് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഡിഫറൻസ് എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് ആക്ച്വലി നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് തരാനായിട്ടായിരിക്കും ഉണ്ടാവുക. കൂടുതൽ ട്രാൻസാക്ഷൻസ് അവിടുന്ന് ഇങ്ങോട്ടാണ്, അല്ല ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പോലെ ആയിരിക്കും കാണുന്നത്. അത് ലയബിലിറ്റി അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട് പോലെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി പോയി കഴിഞ്ഞാൽ ബ്രാഞ്ച് ട്രാൻസ്ഫറിനകത്ത് തന്നെ ബ്രാഞ്ച് ട്രാൻസ്ഫർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ഈ ഡേറ്റ് പോലെ ഈ ഡേറ്റ് വരെയുള്ള എല്ലാ ട്രാൻസ്ഫറും എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ചൂസ് ചെയ്യാം. ഫിൽട്ടർ വിത്ത് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 2 ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡേറ്റിനിടയ്ക്കുള്ള ട്രാൻസ്ഫർ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇത് നമ്മൾ ഫിൽട്ടർ വിത്ത് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ട്രാൻസാക്ഷൻസ് വിൽ കം ഹിയർ. അതായത് നമ്മൾ 26 ജനുവരി മുതൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കയറി വരും. ഓരോ ട്രാൻസാക്ഷനിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ സെൻഡ് ചെയ്തത് അല്ലെങ്കിൽ റിസീവ് ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് എന്താണ്, ട്രാൻസ്ഫർ ഔട്ട് ആണോ ട്രാൻസ്ഫർ ഇൻ ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിനെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ച് മാത്രം നമുക്കിങ്ങനെ ചൂസ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ മാത്രം ട്രാൻസ്ഫർ ഇൻ ഓർ ട്രാൻസ്ഫർ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതായാലും നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഴ്സ് സ്ക്രീനിലേക്ക് പോയിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇന്ന്, ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ട്. അതായത് ബ്രാഞ്ചുകൾ തമ്മിൽ ഇൻവെൻട്രി ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ കൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി വാല്യൂവിൽ അത് അഫക്റ്റ് ആവും, നമ്മൾ കൊടുക്കാനുള്ളതിൽ നമ്മുടെ ലയബിലിറ്റിയിൽ അത് ഹിറ്റ് ആവും, നമ്മുടെ അക്കൗണ്ട്സ് പാർട്ട് കംപ്ലീറ്റ് ആവും.